ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം ചെടികളിൽ പൂക്കളും കായ്കളും ഒക്കെ നിറയുന്ന സമയമാണ് ഇപ്പോൾ. അഡീനിയം ചെടികളിൽ തണ്ടുകളുടെ അറ്റത്താണ് പൂക്കളുണ്ടാകുന്നത്. ബഞ്ചായിട്ട് വിരിയും. ഒരു കുലയിൽ 10ഉം 20ഉം മുട്ടുകളുണ്ടാകും. അവ ഓരോന്നും ഒന്നിച്ചല്ല വിരിയുന്നത്. പല ദിവസങ്ങളിലാണ് വിരിഞ്ഞു നിൽക്കുന്നത്. പൂക്കൾ തണ്ടുകളുടെ അറ്റത്ത് വൃത്താകൃതിയിൽ വിരിഞ്ഞു നിൽക്കും. കൂടുതൽ ബ്രാഞ്ചുകൾ ചെടിക്കുണ്ടെങ്കിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവും. ആഴം കുറഞ്ഞ നല്ല വായ്വട്ടമുള്ള പോട്ടുകളാണ് അഡീനിയം ചെടികൾ നടാൻ പറ്റിയവ. ചെറിയ ചെടികൾ ചെറിയ പോട്ടുകളിലാണ് വയ്ക്കുന്നത്. ചെടികൾക്ക് വലിപ്പം കൂടുമ്പോൾ അവ വലിയ പോട്ടുകളിലേക്ക് മാറ്റാവുന്നതാണ്. നല്ല ആരോഗ്യമുള്ള ചെടികളിലാണ് പൂക്കളും കായ്കളും ഒക്കെ ധാരാളമായിട്ടുണ്ടാകുന്നത്. 2 ആഴ്ചയെങ്കിലൊരിക്കൽ വളങ്ങൾ കൊടുക്കേണ്ടതാണ്. വളങ്ങൾ മാറി മാറി കൊടുക്കാം. DAP, NPK, പൊട്ടാഷ് ഇവയെല്ലാം മാറി മാറി ചെടികൾക്ക് കൊടുക്കുക. കോഡക്സ് നന്നായി വളർന്നു വരുവാൻ എല്ലുപൊടി ഇടയ്ക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ചെടികൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാൻ ചെടികളിൽ രോഗങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ഇടയ്ക്ക് പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇലകളിലും തണ്ടുകളിലും ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നീണ്ടു നിൽക്കുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് ഇടയ്ക്കൊക്കെ ചെടികൾ പ്രൂൺ ചെയ്യുന്നതും കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാകുവാനും കൂടുതൽ പൂക്കൾ ഉണ്ടാക്കുവാനും നല്ലതാണ്. നല്ല വെയിലുള്ളപ്പോഴാണ് അഡീനിയം ചെടികൾ പ്രൂൺ ചെയ്യേണ്ടത്. പ്രൂൺ ചെയ്യുമ്പോൾ മുറിവുണ്ടായ ഭാഗങ്ങളിൽ സാഫ് തേച്ച് കൊടുക്കേണ്ടതാണ്. മുറിച്ചു മാറ്റിയ കമ്പുകൾ അവയുടെ കുറേ ഇലകളൊക്കെ കളഞ്ഞ ശേഷം പല പോട്ടുകളിലായി നട്ടുവയ്ക്കാവുന്നതാണ്. ഈ കമ്പുകൾ നട്ടുവെച്ച പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നേരത്തെ ഞാൻ നട്ടുവെച്ച തൈകളാണ് ഇതെല്ലാം ഒരു ചട്ടിയിലൊക്കെയാണ് നിൽക്കുന്നത്. അതെല്ലാം ഇനി വേറെ പല പല പോട്ടുകളിലായി മാറ്റി നട്ട് നന്നായി വളവും കൂടി ചെയ്യുമ്പോൾ ചെടികൾ നല്ല ഉഷാറായി വളർന്നു വരും. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് നന്നായി വളമിട്ട് കൊടുക്കണം. ചാണകപ്പൊടി എല്ലുപൊടിയും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ NPK 19 ഇട്ട് കൊടുക്കാം. ചെടികൾക്ക് സമയാസമയങ്ങളിൽ വളം കൊടുക്കുക. അതിനെ രോഗബാധകളിൽ നിന്നും രക്ഷിക്കുക. ഇങ്ങനെയൊക്കെ നന്നായി ചെയ്താലേ അഡീനിയത്തിൽ പൂക്കൾ നല്ലതുപോലെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. വേനൽക്ക് 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചെടികൾ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതലായാൽ പൂക്കൾ ഉണ്ടാകുന്നത് കുറയും. വെള്ളം കൂടുന്നതാണ് അഡീനിയം ചെടികൾക്കുണ്ടാകുന്ന കൂടുതൽ രോഗങ്ങൾക്കും കാരണം. വെള്ളം കൂടുതലായാൽ അഡീനിയത്തിൻ്റെ കോഡക്സൊക്കെ ചുങ്ങിപ്പോകും. ഇത് ചെടികളുടെ വളർച്ചയെ ബാധിക്കും. കൂടുതൽ വെള്ളമായാൽ കോഡക്സൊക്കെ ചീഞ്ഞു പോകുവാനും ഫംഗസൊക്കെ അറ്റാച്ച് ചെയ്യാനും കാരണമാകും. ഇതേപോലെയൊക്കെ നന്നായി അഡീനിയം ചെടികളെ നോക്കിയാൽ ചെടികളിൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാകുകയും കോഡക്സ് നന്നായി വളരുകയും ചെയ്യും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.